നൂറിൻ പറയൂ ഒരു അഡാർ ലവിന്റെ വിശേഷങ്ങൾ. വിശേഷം നിങ്ങളെല്ലാവരും കണക്ക് ഞങ്ങളും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ഒരു വർഷമായിട്ട് കാത്തിരുന്നു 14th. എനിക്ക് തോന്നുന്നു നിങ്ങൾ സോങ് ഇറക്കുന്നത് വാലന്റൈൻസ് ഡേ കഴിഞ്ഞ ഒരു വാലന്റൈൻസ് ഡേ ടൈമിലായിരുന്നു. ആൻഡ് അതേ സമയം വീണ്ടും സിനിമ റിലീസായി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. ബൈ ഈ നിൽക്കുന്ന ആളെ നമുക്ക് വളരെയധികം അറിയാം. ഈ ഇച്ചിരി കൊച്ചായിരിക്കുമ്പോൾ തുടങ്ങി നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഒരാളാണ് അരുൺ. അരുണിന്റെ ആദ്യത്തെ പടമല്ലേ ഒളിമ്പ്യൻ? അതെ, പറയൂ അരുണിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മൂവിയിൽ പാർട്ടാവാൻ പറ്റിയത്. ഈ പറയുന്ന പോലെ തന്നെ ചെറിയ സിനിമയായിട്ട് തുടങ്ങി ഈ കഴിഞ്ഞ വർഷം വാലന്റൈൻസ് ഡേക്കും അതിന് മുമ്പേയും നമ്മൾ സോങ്ങും ടീസറൊക്കെ ഇറങ്ങി ഭയങ്കര നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹിറ്റായി. അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. സൂപ്പർ. വൈശാഖിന്റെ ക്യാരക്ടർ എന്താണ് ഒരു അഡാർ ലവില്? എന്റെ ക്യാരക്ടറിന്റെ പേരും വൈശാഖ് പവൻ തന്നെയാണ്. അത് ശരി. അതുകൊണ്ടാണ് ഇവര് വന്നപ്പോ തുടങ്ങി പവനാ. പക്ഷേ എന്താ പറയാ, ഒരു റൊമാൻറ്റിക് സംഭവങ്ങളൊക്കെ ആ പാട്ടിൽ നമ്മൾ കണ്ടിരുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു. നല്ല കൈയടി വൈശാഖിന് വേണ്ടി. ആൻഡ് ഈ നിൽക്കുന്ന ഇദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് എങ്കിൽ പോലും സിയാദിന് ശരിക്കും പറഞ്ഞാൽ കേരളം മുഴുവൻ ഫാൻസ് ഉണ്ട്. കാരണം ഡബ് സ്മാഷിൽ ഭയങ്കര പുലിയാണ് ഇദ്ദേഹം, അല്ലേ സിയാദ്? ആണോ എന്നൊക്കെ എന്നോട് ആണ്. അപ്പൊ ഈ ഡബ് സ്മാഷ് വഴി സിനിമയിലേക്ക് കയറിയ ഒരാളാണോ? അല്ല, ഞാൻ ഓഡീഷൻ ആണല്ലേ. ഞാൻ ചോദിച്ചത് ഒമർ സാർ ഈ വീഡിയോ മീൻസ് ഡബ് സ്മാഷ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്നാണ്. കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ട്. റോഷനയുടെ വിശേഷങ്ങൾ പറയൂ. ഒരു അഡാർ ലെവൽ ക്യാരക്ടർ എന്താണ്? ഞാൻ ഇവരുടെയൊക്കെ ടീച്ചറാണ്. സ്നേഹ മിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ. സോ ദാറ്റ്സ് റോഷന. പിന്നെ ബാക്കി നിൽക്കുന്ന ആരാണ്? മാത്യു പറയൂ മാത്യുവിന്റെ വിശേഷങ്ങൾ. പടത്തിലെ ക്യാരക്ടറിന്റെ പേരും മാത്യു തന്നെയാണ്. അപ്പൊ ഒമർ സാർ ഈ പടം എഴുതിയപ്പോ ആക്ച്വലി ആർക്ക് പേരിട്ടിരുന്ന ഒരാൾ വന്ന് വൈശാഖ് പവനം കൊള്ളാം വൈശാഖ് തന്നെ ഇരിക്കണം. ഇതിന് ഇത്രയും വലിയൊരു റീച്ച് വന്നപ്പോ ശരിക്കും എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ? ഹലോ, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ടോ? കണ്ടാ പ്രായം തോന്നിക്കുന്നേ ഉള്ളു, പക്ഷെ കിട്ടി തുടങ്ങിയിട്ടില്ല. എന്തോന്ന് പെൻഷൻ? പെൻഷൻ കിട്ടിയാന്നല്ലേ ചോദിച്ചേ? വൈഫിനെ അകത്ത് കയറ്റിയേക്കുള്ളൂ, അതിന് ടെൻഷൻ ഉണ്ടോ എന്നല്ല. പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കും കേട്ടാ. വെറുതെ ടെൻഷൻ അടിക്കുന്ന, ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന കേസ്. ഇതൊക്കെ നമ്മളിത് എത്ര കണ്ടിരിക്കുന്നത്. പേരെന്തോന്ന് പറഞ്ഞേ? അങ്ങനെയൊന്നുമില്ല. പേരില്ല? അല്ല, പേരുണ്ട്. പിന്നെ ഞാൻ അച്ഛനും അമ്മയും ഉരുളി കമഴ്ത്തി ഉണ്ടായ മകനാണ് ഞാൻ. അപ്പൊ മുരളി? അല്ല, മുരളിയല്ല. പിന്നെ അത് അവർക്കിങ്ങനെ താലോലിച്ച് വളർത്താൻ വേണ്ടിയിട്ട്, അവർ ഓമനിച്ച് താലോലിച്ച് വളർത്താൻ വേണ്ടിയിട്ട് എനിക്ക് പിന്നെ താലോലൻ എന്നാ പേരിട്ടേക്കണം. നല്ല പേര്. ആരേലും ഈ വന്ന കാലത്ത് ചെറുപ്പക്കാർക്ക് താലോലെന്ന് പേര്? അല്ല, ശരിക്കും ലോലൻ എന്നാണ് നാട്ടിൽ വിളിക്കണ. പക്ഷെ ഞാൻ ഒരു ഗമ കിട്ടാൻ വേണ്ടി താലോലൻ. അത് മതി, ലോലൻ മതി. അതാ കറക്റ്റ്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഇച്ചിരി ഗമയൊക്കെ ഉള്ള പേരാ. സോമശേഖര പണിക്കർ. ഒരാൾക്ക് 3 പേരാ. അതെന്താ ഞങ്ങളുടെ അമ്മച്ചിക്കും അച്ചായിക്കും 3 പിള്ളേർ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ദൈവം കൊടുത്തില്ല, ഞാൻ ഒറ്റമനായി പോയി. അപ്പൊ അതുകൊണ്ട് ആ ഒരു കേട് തീർക്കാൻ വേണ്ടി ആ 3 പേര് സോമശേഖര പണിക്കർ. അതെനിക്ക് 10 പിള്ളേർ വേണമെന്ന് ആഗ്രഹിക്കാൻ നന്നായി. പിന്നെ ഭാര്യയുടെ പേരെന്താ? ശ്യാമള. അല്ല, അത് എന്റെ വൈഫിന്റെ പേര്. തന്റെ വൈഫിന്റെ പേര്? എന്റെ ഭാര്യയുടെ പേര് ശ്യാമള എന്നാ. ശ്യാമള എന്നാണോ? ഞാൻ KP ശ്യാമളയാണ് എന്റെ വൈഫ്. ഞാൻ BP ശ്യാമളയുടെ ഭർത്താവ്. KP BP. ഇത് ടെൻഷൻ. ഇതിനാണോ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നു പറഞ്ഞ നീ കലാകാരി? സത്യമായിട്ട് സാർ, കണ്ണ് വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി ഇരുന്ന് ഞാൻ മുരണ്ടതല്ലാതെ ഇത് വളരുന്ന ലക്ഷണമേ ഇല്ല.
ഇനി ഏറ്റവും കൂടുതൽ മാർഗം സാറിന്റെ സിനിമയിലൂടെ ഇതിനെ എങ്ങനെയും ഒന്ന് വളർത്തണം. ഒരു അവസരം കൊടുക്ക് സാർ. കൊടുക്കുക സാർ, പ്ലീസ് സാർ. പ്ലീസ് സാർ. ഐറ്റം ഡാൻസ് ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു. സാർ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ എന്റെ കൂടെ ഡാൻസ് കളിക്കാൻ തയ്യാറാണോ? അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ? അല്ല, ഒരു ഡാൻസ് കളിക്കണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. എന്റെ കൂടെ സാറിന്റെ സിനിമയിൽ ഈ കുട്ടി ഡാൻസ് നന്നായിരിക്കും. ഞാൻ മമ്മൂക്കിയുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ലാലേട്ടന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ചക്കുച്ചന്റെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇനി എന്റെ ഏക ഒരു ആഗ്രഹം ഇദ്ദേഹത്തിന്റെ കൂടെ ഡാൻസ് കളിക്കണം. കുട്ട കളിക്കാം, നമുക്ക് കളിക്കാം, നമുക്ക് കളിക്കാം, പാടാം. ഒരു അവസരം കൊടുക്ക് സാർ. ഒരു അവസരം ഒറ്റ അവസരം. കാരണം മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോണ ഭാവിയിലെ ഒരു താരമാണ് സാർ. എന്നെ പിടിച്ച് കിട്ടില്ല പിന്നെ. സാർ ഒരു ഡാൻസ് സാറിന്റെ കൂട്ടത്തില്, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശരി ശരി, ആഗ്രഹം. അവസാനം ഒരു അവസരം. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വളർന്നതിന് ശേഷം നമ്മൾ അതെ, അപ്പൊ നമ്മൾ പരിഗണിക്കാം. തമ്മിൽ കാണില്ലെന്നാണോ സാർ പറഞ്ഞതിന്റെ ഉദ്ദേശം? നോക്കട്ടെ, ഈ പാട്ടിന് ശേഷം ഞാൻ തീരുമാനിക്കും. ഓക്കെ ഓക്കെ, പാട്ട് വരട്ടെ, പാട്ട്. പാട്ട്. പൊട്ടിയ കലവും വന്നു, കുട്ടികളും ചില പട്ടികളും, ചില പട്ടികളും ചില പൊട്ടിയ കലവും വന്നു. സോറി, എന്താണ് ഭായി, ആണിനെ പെണ്ണാക്കുന്നോ? അല്ല പക്ഷേ അലീനയോ എന്താ? അല്ല സത്യം ഇതെന്താ പറയാം, പ്രൊഡക്ഷൻ കൺട്രോളറാന്ന് പറഞ്ഞിട്ട്? ഒരു അബദ്ധം. ആരാടാ ഇത്? സത്യം എന്താണ് പറ- നിങ്ങളുടെ പരിപാടി? ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ല. പിന്നെ എന്റെ ഏറ്റവും ഇളയ മകനെ, എനിക്ക് 10 പിള്ളേരുണ്ട്. ഓ. അതുകൊണ്ട് നാട്ടുകാർ എനിക്കിട്ട് അറിഞ്ഞിട്ട പേരാണ് പ്രൊഡക്ഷൻ കൺട്രോളറെ. സാറേ സത്യം പറയല്ല സാറേ, എന്റെ മകന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അവന് സിനിമയിൽ അഭിനയിക്കണം അവന്റെ ഏറ്റവും വലിയ അതെ, ആഗ്രഹം. വലിയ അവന് ആഗ്രഹം. തിരക്കഥ എഴുതാൻ ആഗ്രഹമാണ്, അവന് സംവിധാനം ചെയ്യാൻ ആഗ്രഹമാണ്, അവന് ഡാൻസ് പഠിപ്പിക്കാൻ ആഗ്രഹമാണ്, ക്യാമറ എന്നും സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരാഗ്രഹവും ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ഇവനായിട്ട് ഈ കൊണ്ട് നടക്കുന്ന കാര്യം. ആദ്യം ഇതിനും സ്കൂളിൽ പഠിപ്പിക്കണോ? എങ്ങനെയാ ബാക്കി പുതിയ വരുന്ന മേരി കഴിഞ്ഞിട്ട് കുട്ടൻപിള്ളയുടെ ശിവരാത്രി റിലീസായിട്ടുണ്ടായിരുന്നു. അതെ, ഈ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സിനിമകളാണ്. അതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ആഗ്രഹമായിരുന്നു അൻവർ റഷീദിന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. സോ ഞാൻ അദ്ദേഹത്തിന്റെ ട്രാൻസ് എന്ന് പറയുന്ന മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൊഫസർ ഡിങ്കൻ, ഒരു 3D പടം, നമ്മൾ മറ്റേ കുട്ടിച്ചാത്തനൊക്കെ കണ്ടതിന് ശേഷം നമുക്കൊരു 3D മൂവി കാണാം. അത് മലയാളത്തിൽ വീണ്ടും ഒരു 3D മൂവി സംഭവിക്കുകയാണ്. 3D മൂവി ഡിങ്കൻ, പ്രൊഫസർ ഡിങ്കൻ. രണ്ടും പുതിയ ഏതൊരു നമ്മുടെ മലയാളം അല്ല, തമിഴും അല്ല, തെലുങ്കും അല്ല, കന്നഡയൊന്നും അല്ലാണ്ട് വേറൊരു സ്ഥലത്തേക്കാണ് ജസരി ഭാഷയിൽ, അതെ, ലക്ഷദ്വീപ് ഭാഷയിലേക്കൊക്കെ ഭാഷയിലൊരു ഫിലിമൊക്കെ ചെയ്യാൻ. ആ മൂവിക്ക് ബെസ്റ്റ് ജസരി ലാംഗ്വേജ് മൂവിക്ക് നാഷണൽ അവാർഡ് കിട്ടിയായിരുന്നു. ആദ്യ പ്രണയവും ആദ്യ ചുംബനവും നാട്ടുകാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിൽ കളയണം. ശരി, ആളുടെ പേര് പറയണ്ടേ, എപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മതി. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി താമസിച്ചപ്പം അതിന് പിറ്റേന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രണയ ലഭിക്കണം കിട്ടുന്നത്. ഹൗ ആർ യു സുധീർ ആൻഡ് യു ആർ നോട്ടി ഹാൻഡ്. ഇംഗ്ലീഷിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്കതിന് നാണക്കേട്ടില്ലേ, തിരിച്ച് ഇംഗ്ലീഷ് മറുപടി കൊടുക്കണ്ടേ. ഇംഗ്ലീഷ് അറിയാന്നുള്ള ഒരു ഫ്രണ്ടിനെ കൊണ്ട് കാണിച്ച് ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്ത് അന്ന് 7ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട പ്രണയം വരുന്നുണ്ട്. അതാണ് ആദ്യത്തെ പ്രണയം. ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ ഒരു കുട്ടി എന്നെ വിളിച്ചു. അപ്പോൾ അവർ വീടിൻ്റെ സൈഡിൽ ചെന്നപ്പോൾ ഹൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്തിനാണ് വിളിച്ച് പറയാൻ പറഞ്ഞത്, അപ്പോൾ ചെയ്ത് കാണിക്കണത്. അപ്പോൾ അവർ പെട്ടെന്ന് ജനലിനടുത്ത് ഒരു കാര്യം പറയാണ്ടെന്ന് ഞാൻ ഇങ്ങനെ അടുത്ത് നിന്നപ്പോൾ പെട്ടെന്നിട്ട് ആ ജനലിൻ്റെ കമ്പിയുടെ കൂടെ നീ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അത് പിന്നെ നമുക്കൊരു താങ്ങായി, തണലായി. പിന്നെ പാടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രേമിച്ചു. ഇത്ര തേങ്ങ വെട്ടിയാലും ചമ്മന്തി അരിക്കാൻ ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടാറില്ല. 1500 തെങ്ങിൽ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ കിട്ടാറില്ല. അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോകും. പാട്ട് കേട്ടിട്ട് ഇങ്ങോട്ട് വന്ന് പ്രൊപ്പോസ് ചെയ്ത ആളുടെ പേര് പാർവതി